നീ എന്തൊരു ഭാഗ്യവാനാടാ, അവൻ ഭയങ്കര കഷ്ടപ്പാടാടാ. ഇങ്ങനെ രണ്ട് ടൈപ്പിൽ പറയുന്നവരുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കാം. സത്യം പറഞ്ഞാൽ ആരാണ് ഭാഗ്യവാൻ, ആരാണ് കഷ്ടപ്പാട് സഹിക്കുന്നവൻ? ഈശോയാണ് അടിപൊളി എന്ന് നമ്മൾ പറയും അല്ലേ? ഈശോ ആണ് നമ്മുടെ റോൾ മോഡൽ. ഈ റോൾ മോഡലായിട്ടുള്ള ഈശോയ്ക്ക് കഷ്ടപ്പാടും സഹനമല്ലേ? അത് നോക്കുമ്പോൾ ഈശോ ആണ് നിർഭാഗ്യവാൻ എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. തൻ്റെ കുരിശു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈശോയെ നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും സഹനം ഉണ്ട്, അതിൽ യാതൊരു മാറ്റൂല. സഹനമുള്ള ജീവിതമാണ് ഏറ്റവും ശാപം പിടിച്ചത് എന്ന് ചിന്തിക്കരുത്. ഇനി സഹനമില്ലാത്തൊരു ജീവിതം ഭയങ്കര അനുഗ്രഹപ്രദമാണ് എന്നും ചിന്തിക്കരുത്. റോമക്കാർക്ക് എഴുതിയ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 4 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കർത്താവിലേക്ക് നോക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ ആണ് നമ്മുടെ മാതൃക. ഈ ഈശോയ്ക്ക് ജനിക്കുന്ന കാലിത്തൊഴുത്ത് മുതൽ സഹനത്തിൻ്റെ സഹനമാണ്. ദരിദ്രനായിട്ട് പിറക്കുന്നു, രഹസ്യ ജീവിതം, പിന്നെ പരസ്യ ജീവിതം, മറ്റുള്ളവർ കൊല്ലാൻ നോക്കുന്നു, അപമാനം, സ്വന്തം നാട്ടിലെ അവഗണന, അവസാനം ചമ്മട്ടിയടി, മുഖത്ത് തുപ്പല്, മുൾമുടി വെക്കല്, ചാട്ടവാറടി, കുരിശുമരണം, അതികഠോരമായ പീഡകള്. പക്ഷെ ഇത് കഴിഞ്ഞൊരു ഉത്താനമുണ്ട് ഈശോ. അവനാണ് നമ്മുടെ മാതൃക. അപ്പൊ സഹനവും കഷ്ടപ്പാടും നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ കുടുംബത്തെയും നാമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നതിന് കർത്താവ് ഒരുക്കുന്നതാണ്. ഒന്ന്, നമുക്ക് തന്നെ നേരിട്ട് സഹനം തരാം, ഇല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ നമുക്ക് സഹനം ലഭിക്കും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ ഒരു ജീവിതം കഴിഞ്ഞ് തനത് വിധിയിൽ സ്വർഗമാണോ നരകമാണോ എന്ന് വിധിക്കുകയും പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിന്റെ അളവ് നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. സഹനം കൂടാതെ സ്വർഗം നേടാം എന്ന് ആരും വിചാരിക്കേണ്ട. സഹനമുണ്ട്. ഭൂമിയിലായിരിക്കുമ്പോൾ സഹനം എത്രമാത്രം ലഭിക്കുന്നു അത്രമാത്രം നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കിടക്കേണ്ട ആ കാലഘട്ടം കുറയും. സഹനം ഒരിക്കലും ഒരു ശാപമല്ല, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.